പ്രഭാതവന്ദനം. ഏവർക്കും സുപ്രഭാതം ആശംസിക്കുകയാണ്. മറ്റൊരു പ്രഭാതം കൂടി, മറ്റൊരു ദിനം കൂടി നമുക്ക് കാണാൻ ദൈവം നമ്മെ അനുവദിച്ചിരിക്കുന്നു. ദൈവത്തിന് നന്ദി പറയാം. നിങ്ങൾക്ക് എവർക്കും അറിയാം, ഇത് എൻ്റെ 140ാമത്തെ വീഡിയോയാണ്. 140ാമത്തെ വീഡിയോ ആയിരിക്കുന്നത് 1 മിനിറ്റ് മോർണിംഗ് മെസ്സേജ് മലയാളം എന്നതിലെ എപ്പിസോഡ് 18. സർവ്വസാധാരണമായി ഞാൻ 1 മിനിറ്റ് മോർണിംഗ് മെസ്സേജ് മലയാളം നൽകുന്നത് ഒരു പത്രവാർത്ത കാണിച്ചുകൊണ്ടായിരിക്കും. ആദ്യമായിട്ടാണ് ഈ 18ാമത്തെ എപ്പിസോഡിൽ പത്രവാർത്ത കാണിച്ചു തരാതെ എൻ്റെ മുഖം നിങ്ങൾക്ക് കാണാൻ ഇടവരുന്ന വിധത്തിൽ ഞാൻ 1 മിനിറ്റ് മോർണിംഗ് മെസ്സേജ് മലയാളം മാറ്റിയിരിക്കുന്നത്. എന്നാൽ ഏത് പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് എന്നറിയിക്കാൻ ഈ പ്രഭാതത്തിൽ ആ പത്രവാർത്ത ഒന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ പ്രദർശിപ്പിക്കുകയാണ്. പത്രവാർത്ത ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. അതിലെ മുഖ്യമായ കാര്യം മാത്രം ഞാൻ എടുത്തു പറയാം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ 11,755. തുടർന്ന് എഴുതിയിരിക്കുന്ന 2 വാക്യം കൂടി വായിച്ചതിന് ശേഷം നിങ്ങൾ ബാക്കി ഭാഗം ആ പത്രത്തിൽ നിന്ന് വായിച്ചാൽ മതി. 2 വാക്യം മാത്രം ഞാൻ വായിക്കാം. സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം ഏറ്റവും ഉയർന്ന് 11,755 ആയി. ഇന്നലെ, അതായത് ഇന്നേ ദിനം 11-ാം തീയതിയാണ്. സെപ്റ്റംബർ മാസത്തിലെ 11-ാം തീയതിയാണ്. ഇന്നലെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ കേരളത്തിലാണ്. മാസങ്ങളായി പ്രതിദിന കോവിഡ് കണക്കിൽ 1-ാം സ്ഥാനത്തായിരുന്ന മഹാരാഷ്ട്രയിൽ ഇന്നലെ 11,416 മാത്രം. 2-ാം സ്ഥാനത്തുണ്ടായിരുന്ന കർണാടകയിലും ഇന്നലെ 10,517 മാത്രം. 29 സംസ്ഥാനങ്ങളെയും പിന്നിലാക്കിക്കൊണ്ട് കുപ്രസിദ്ധിയിൽ, കോവിഡുമായി ബന്ധപ്പെട്ട കുപ്രസിദ്ധിയിൽ ലോകമറിയപ്പെട്ട മഹാരാഷ്ട്രയെ പിന്തള്ളിക്കൊണ്ട് കേരളം ഇന്ന് ഇന്ത്യയിൽ 1-ാം സ്ഥാനത്താണ്. കേരളത്തിലെ ഇന്നലത്തെ പോസിറ്റീവ് ആയ എണ്ണമാണ് 11,755. ആർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം? ആരാണ് പൂർവാഘോഷം നടത്തിയത്? ആരാണ് ബുദ്ധിശൂന്യത കാണിച്ചത്? മഹാരാഷ്ട്രയിൽ ഇത്രയേറെ കോവിഡ് മിനിഞ്ഞാന്നാൾ വരെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പരിധിയിൽ കവിഞ്ഞ്
നമുക്കവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം വർഷങ്ങളായി അല്ലെങ്കിൽ പല സർക്കാരുകളായി മഹാരാഷ്ട്ര ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പോലെ ആരോഗ്യരംഗത്ത് പിന്നിലായിരുന്നു. രണ്ടാമത്തെ കാര്യം, മഹാരാഷ്ട്ര ഉൾപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തിരക്ക് കൊണ്ട് ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയായ ബോംബെ ഉൾപ്പെടുന്ന സംസ്ഥാനമാണ്. അത് ഇന്ത്യയിലെ തന്നെയല്ല, ഏഷ്യയിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ഒരു നഗരമാണ്. ഞാൻ ബോംബെയിൽ, അന്ന് ബോംബെ ഇന്ന് മുംബൈ, ബോംബെയിൽ 4.5 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. ബഹുഭൂരിപക്ഷം പേരും ബോംബെയിൽ ജീവിക്കുന്നത് ഒരു ചെറിയ കുടിസുമുറിയിൽ 5-6 പേരോ ഭോപ്പാൽ ദുരന്തത്തിലെ ശവശരീരങ്ങൾ കിടക്കുന്നത് പോലെ പായയിൽ കിടന്നുകൊണ്ടാണ്. എനിക്കും അപ്രകാരമുള്ള ഒരു പൂർവകാലം ഉണ്ടായിട്ടുണ്ട്. 1990 മുതൽ 94 അവസാനം വരെ, 95 ജനുവരി മാസത്തിലാണ് ഞാൻ മുംബൈയോട് വിട പറഞ്ഞ് സൗദി അറേബ്യയിലേക്ക് പോകുന്നത്. അതുവരെ ഞാനും കുടുസായ മുറിയിൽ 5-6 പേരുടെ കൂടെ ഭോപ്പാൽ ദുരന്തത്തിൽ ശവശരീരങ്ങൾ മരിച്ചു കിടന്നതുപോലെ കിടന്നിട്ടുള്ളവരാണ്. സുഹൃത്തുക്കളെ, മുംബൈയിൽ കോവിഡ് അതിദ്രുതം പടർന്നു പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധിയിൽ കവിഞ്ഞ് നമുക്ക് മഹാരാഷ്ട്രയെ കുറ്റം പറയാൻ പറ്റില്ല. അതിൻ്റെ 2 കാരണങ്ങളിൽ ഒന്ന് ഞാൻ പറഞ്ഞത്, വർഷങ്ങളായി അല്ലെങ്കിൽ പല സർക്കാരുകളായി ആരോഗ്യരംഗത്ത് പിന്നിലായിരുന്നു മഹാരാഷ്ട്ര, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ പോലെ, ബീഹാറൊക്കെ പോലെ. രണ്ടാമത്തത്, ജനസാന്ദ്രതയുള്ള മുംബൈ എന്ന് പറയുന്ന മെട്രോപൊളിറ്റൻ സിറ്റി മഹാരാഷ്ട്രയ്ക്കുള്ളിലാണ്. നേരെ തിരിച്ചാണ് കേരളത്തിലെ സ്ഥിതി എന്ന് കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അത് ആവർത്തിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ആരോഗ്യരംഗത്ത് കേരളം വർഷങ്ങളായി 1-ാം സ്ഥാനത്താണ്. അത് ഈ വർഷം നേടിയതോ കഴിഞ്ഞ വർഷം നേടിയതോ അല്ല, ഈ സർക്കാരോ അതിന് മുമ്പത്തെ സർക്കാരോ കൊണ്ടുവന്നതല്ല. വർഷങ്ങളായിട്ട്, അതോടൊപ്പം പല സർക്കാരുകളായിട്ട്, ഇടതുമുന്നണിയുടെ സർക്കാരുകളായിട്ടും ഐക്യജനാധിപത്യ മുന്നണിയുടെ സർക്കാരുകളായിട്ടും നമുക്ക് കൊണ്ടുവന്ന തന്ന ഇന്ത്യയിൽ നമ്മൾ അഭിമാനിതരാകാൻ ഇടവരുത്തിയത് നിരവധി ആരോഗ്യമന്ത്രിമാർ പല സർക്കാരുകളായി ഉണ്ടായിട്ടുണ്ട്. അവരുടെ മുഖ്യമന്ത്രിയെ ആദരിച്ച് ബഹുമാനിച്ച് ആ മുഖ്യമന്ത്രിക്ക് കീഴിൽ യഥാർത്ഥ ആരോഗ്യമന്ത്രിയായി ജീവിച്ചതിൻ്റെ ഫലമായി കേരളം 1-ാം സ്ഥാനത്തായിരുന്നു. 29 സംസ്ഥാനങ്ങളുള്ള ഇന്ത്യയിൽ, ഏകദേശം 8-ലേറെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളുള്ള ഇന്ത്യയിൽ ഇന്ന് ഇന്ത്യ, ബാക്കി 28 സംസ്ഥാനങ്ങളും കേരളത്തെ പുച്ഛത്തോടെ നോക്കുന്നു. ഇത്രയേറെ ആരോഗ്യരംഗത്ത് എല്ലാവിധ സംവിധാനങ്ങളുണ്ടായിട്ടും ആരോഗ്യവും വിദ്യാഭ്യാസവും ഇടകലർന്നു നിൽക്കുന്നു എന്ന് എവർക്കും അറിയാം. വിദ്യാഭ്യാസത്തിലും 1-ാം സ്ഥാനമാണ്. ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും 1-ാം സ്ഥാനത്തായിരുന്ന കേരളം കുടിസുമുറികളിൽ ജീവിക്കുന്ന ജനസാന്ദ്രതയേറിയ മുംബൈ പോലുള്ള പട്ടണങ്ങളിൽ, മിനിഞ്ഞാന്നാൾ വരെ കുപ്രസിദ്ധമായ പട്ടണത്തെ തോൽപ്പിച്ചുകൊണ്ട് 1-ാം സ്ഥാനത്തേക്ക് കടന്നു എന്ന് പറയുമ്പോൾ, സുഹൃത്തുക്കളെ, ഒരു പത്രത്തിൽ കേവലം ഒരു വാർത്ത മാത്രം തന്നാൽ പോരാ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, മാർച്ച് മാസത്തിന് മുമ്പ്, കേരളത്തിൽ ഒരു
പോസിറ്റീവായിട്ടുള്ള കോവിഡ് രോഗബാധിതനെ പോലും കാണാത്ത സമയത്ത് അഹങ്കാരപൂർവം ടി വിക്ക് മുന്നിലും ക്യാമറയ്ക്ക് മുന്നിലും എന്തിനേറെ BBC-ക്ക് മുന്നിലും നല്ലൊരു വാക്ക് പറയാം, പൂർവാഘോഷം നടത്തിയ ഒരു മന്ത്രി നമുക്കുണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. ഉള്ളിടത്തോളം കാലം പിണറായി വിജയന് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്തുമാത്രം പിന്നിലേക്ക് പോകാൻ സാധിക്കുമെന്നുള്ളത് ഈ സഹോദരി മന്ത്രിസഭയിൽ ഉള്ള കാലത്തിൻ്റെ ആധിക്യമനുസരിച്ചാണ്. നമുക്കേവർക്കും അറിയാം, അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ രൂപീകൃതമാകുമ്പോൾ, ഞാൻ കുറച്ച് എപ്പിസോഡുകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, അതിൽ വരാൻ പോകുന്ന ആരോഗ്യമന്ത്രി എത്ര കഴിവ് കുറഞ്ഞവനാണെങ്കിലും അല്ലെങ്കിൽ കഴിവ് കുറഞ്ഞവളാണെങ്കിലും കേരളത്തിലെ ആരോഗ്യരംഗത്തെ ഒറ്റയടിക്ക് 29ാം സ്ഥാനത്തേക്ക് ഇടാൻ പറ്റില്ല എന്ന് കേവലം ആഴ്ചകൾക്ക് മുമ്പാണ് ഞാൻ പറഞ്ഞത്. കാരണം കേരളം 1ാം സ്ഥാനത്താണ്. വർഷങ്ങളായിട്ടോ വ്യത്യസ്തമായ നിരവധി സർക്കാരുകളായിട്ടോ കിട്ടിയ ഒരു ബഹുമതിയാണത്. അതിനെ എത്ര അറിവ് കുറഞ്ഞ കഴിവ് കുറഞ്ഞ മന്ത്രി വന്ന് തകർത്തെറിയാൻ ശ്രമിച്ചാലും, ആ വ്യക്തിയുടെ കഴിവുകേട് കൊണ്ട് തകർത്തെറിയപ്പെട്ടാലും ഒരു പക്ഷേ 2ാം സ്ഥാനത്തേക്കോ 3ാം സ്ഥാനത്തേക്കോ പോകാം എന്നതൊഴികെ ഒരിക്കലും 29ാം സ്ഥാനത്തേക്ക് പോകില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് കേവലം ആഴ്ചകളേ ആയുള്ളൂ. മാസങ്ങളായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ലജ്ജിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ശരിയായില്ലല്ലോ എന്നോർത്ത്. ഞാൻ പറഞ്ഞത് എന്താണ്? അടുത്തു വരാനിരിക്കുന്ന ഉമ്മൻചാണ്ടി സർക്കാരിലെ ആരോഗ്യവകുപ്പ് മന്ത്രി എത്ര കഴിവ് കുറഞ്ഞവനാണെങ്കിലും കുറവുള്ളവളാണെങ്കിലും ഒറ്റയടിക്ക് ആരോഗ്യരംഗത്തെ 29ാം സ്ഥാനത്തേക്ക് തള്ളിയിടാൻ പറ്റില്ല. ഏറി വന്നാൽ 7ാം സ്ഥാനത്തേക്കോ 8ാം സ്ഥാനത്തേക്കോ തള്ളിയിടാൻ പറ്റും എന്ന് പറഞ്ഞ എനിക്ക് ഇന്ന് ലജ്ജയോടെ നിൽക്കേണ്ടി വരുന്നു. കാരണം ഇന്നത്തെ പത്രവാർത്ത കാണിക്കുന്നത് കേരളം 29ാമത്തെ സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. കോവിഡുമായി ബന്ധപ്പെട്ട ആരോഗ്യരംഗത്ത്, കോവിഡിനെ കുറിച്ച് എന്നല്ല, ആരോഗ്യരംഗത്തെക്കുറിച്ച് എന്തുമാത്രം അറിവുള്ളവരാണ് കേരളത്തിലെ 3 കോടിയിലേറെ വരുന്ന ജനങ്ങൾ. അവിടെ ഞാൻ 3 കോടി എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ 11,755 എന്ന് പറയുന്ന ഈ കണക്ക് വളരെ ചെറിയ സംസ്ഥാനങ്ങളിലൊന്നായ കേരളത്തിലാണ് നടന്നിരിക്കുന്നത്. വെറും 3 കോടിയിലേറെ മാത്രം ജനങ്ങളെ കേരളത്തിലുള്ളൂ. വലിയ സംസ്ഥാനങ്ങൾ നിരവധിയുണ്ട്. ഉത്തർപ്രദേശ് പോലെ ജനസാന്ദ്രതയുള്ള നിരവധി സംസ്ഥാനങ്ങളുണ്ട്. മധ്യപ്രദേശ് പോലെ വലിപ്പത്തിൽ വലുതായ പല സംസ്ഥാനങ്ങളുണ്ട്. നമ്മൾ മിനിഞ്ഞാന്നാൾ വരെ കുപ്രസിദ്ധിയിൽ അവഹേളിച്ചിരുന്ന മഹാരാഷ്ട്രയും ഒരു വലിയ സംസ്ഥാനമാണ്. കേരളം ഇപ്രകാരമുള്ള സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിപ്പത്തിലും ജനസാന്ദ്രതയിലും വളരെ പിന്നിലാണ്. ആ സംസ്ഥാനമാണ് ഈ പദവിയിലേക്ക് ഇന്ന് എത്തിയത് എന്നറിയുമ്പോൾ ഞാൻ വേദനിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് ഈ എപ്പിസോഡ് ചെയ്യേണ്ട ദിവസമല്ല. സിനിമ ഇൻ മലയാളം എന്ന പേരിലുള്ള എൻ്റെ എപ്പിസോഡ് ചെയ്യേണ്ട ദിവസമാണിന്ന്. ഞാൻ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയുമിരുന്നു. ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ, അതായത് വിധേയൻ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതിന് ഭാഗമായി എന്തൊക്കെ പ്രിപ്പറേഷൻസ് എനിക്ക് ആവശ്യമുണ്ടോ അതൊക്കെ ഞാൻ ചെയ്ത് ഏകദേശം 60% പൂർത്തിയാക്കുകയും ചെയ്തപ്പോഴാണ് ഇന്ന് സുപ്രഭാതത്തിലുറന്ന്
മനോഹരമായ കാഴ്ചകൾ ഇന്ന് കാണാമെന്ന് കരുതി പത്രമെടുത്തപ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി മനസ്സിലായത്. പൂർവാഘോഷം നടത്തി എന്ന് പറയുമ്പോൾ 10 കന്യകമാരുടെ ഓർമ്മ എനിക്ക് വരികയാണ്. ഞാൻ പറയാം ആ കന്യകമാരുടെ കഥ. യേശുക്രിസ്തു പറഞ്ഞ 10 കന്യകമാരുടെ കഥ ഞാൻ പറയാം. ഈ എപ്പിസോഡ് തീരുന്നതിന് മുമ്പ് ഞാൻ പറയാം. വേറെ 1-2 കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഈ ആരോഗ്യമന്ത്രി, അതായത് പിണറായി വിജയനെ ഒരടി പിന്നിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാം ഒറ്റയടിക്ക് പ്രസ്താവനകൾ ഇറക്കുന്ന, ഒറ്റയടിക്ക് ക്യാമറകൾക്ക് മുന്നിൽ ആഘോഷം നടത്തിയിരുന്ന ഈ ബഹുമാനപ്പെട്ട മന്ത്രി കെ ശൈലജ എന്ന പേരിലുള്ള മന്ത്രി, ഞാൻ ടീച്ചർ എന്ന് വിളിക്കാറില്ല. എൻ്റെ ടീച്ചറുമല്ല. ടീച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക എന്നാണ്. മറ്റുള്ളവർക്ക് പ്രകാശത്തെ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിയാണ് അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക. എന്നാൽ അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയോ വീട് കയറി മോഷണം നടത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയോ വീട് കയറി അക്രമം നടത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയോ വീട് കയറി തെറിഭാഷ പറയുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നത് ഒരു മന്ത്രിയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മന്ത്രിക്കുപ്പായം അഴിച്ചു വെക്കുക. അതിനുശേഷം മണി പറയുന്ന ഭാഷ സംസാരിച്ചു തുടങ്ങുക. ആദ്യം ചെയ്യേണ്ടത് മന്ത്രിക്കുപ്പായം അഴിച്ചു വെക്കുക. അതിനുശേഷം മണി പറയുന്നത് പോലെയുള്ള പ്രസംഗ ഭാഷ 1, 2, 3 എന്ന ക്രമത്തിലല്ലേ നമ്മൾ ഓരോരുത്തരെയും കൊന്നത് എന്ന് ഇതിന് സമാനമായ ഒരു ഭാഷ, അതിനുപോലെയുള്ള പല അഴുക്ക് ഭാഷകളും വൈദ്യുതി മന്ത്രിയായ മണി പറഞ്ഞിട്ടുണ്ട്. അത് ഒരു നിശ്ചിത പരിധി കഴിഞ്ഞപ്പോൾ കോൺഗ്രസിലെ കുറേ നേതാക്കൾ പറഞ്ഞു, എന്തിനാണ് ഈ മന്ത്രി ഇവിടെ നിർത്തിയിരിക്കുന്നത്? തെറി പറയാൻ വേണ്ടി മാത്രം ശമ്പളം കൊടുത്തൊരു മന്ത്രിയെ. മണി മാന്യനായി പോയി എന്ന് വിചാരിക്കാം. അദ്ദേഹം ഈയിടെയായിട്ടൊന്നും ഇപ്രകാരമുള്ള മോശമായ പ്രസംഗങ്ങൾ സംസാരിക്കുന്നില്ല. ആ സമയത്താണ് ഒരു ഭവനത്തിൽ അതിക്രമിച്ച് കയറി ആ വീട്ടിലെ പുരുഷനെ വസ്ത്രാക്ഷേപം ചെയ്ത 3 സ്ത്രീകൾ, തെറിയഭിഷേകം ചെയ്ത 3 സ്ത്രീകൾ, ആ തെറികളെല്ലാം തന്നെ സ്ത്രീ വിരുദ്ധമായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. സ്ത്രീ പറഞ്ഞ തെറി സ്ത്രീകൾക്കെതിരെയുള്ള തെറി. ഫെമിനിസ്റ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത്. ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്രകാരം തെറി പറയുന്നതിൽ ഡോക്ടറേറ്റ് കിട്ടിയവരെയാണോ ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത്? വൈബ്രേറ്റർ കച്ചവടം നടത്തുന്നവരെയാണോ, അല്ലെങ്കിൽ വൈബ്രേറ്റർ കച്ചവടം നടത്താൻ പ്രോത്സാഹിപ്പിക്കുന്നവരെയാണോ, അല്ലെങ്കിൽ വ്യത്യസ്ത തരം മണവാട്ടിമാരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നവരെയാണോ, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ തെറി മാത്രം പറയുന്നൊരു കൂട്ടായ്മയിൽ നിന്ന് തെറി പറയുന്നവരെയാണോ ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിലെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി സ്വന്തം മകനെ കൊണ്ട് സ്വന്തം ഗർഭപാത്രത്തിൽ വളർന്ന് പ്രസവിച്ച് മുലയൂട്ടി വളർത്തിയ ആൺമകനെ കൊണ്ട് സ്വന്തം നഗ്ന ശരീരത്തിൽ ചിത്രങ്ങൾ വരയിപ്പിക്കുന്നതാണോ കേരള സംസ്കാരത്തിലെ അമ്മമാരുടെ പാരമ്പര്യം? എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് കരുതിയാൽ ശരിയാണ് എന്ന് പറഞ്ഞ് തല കുലുക്കുക മാത്രം ചെയ്താൽ പോരാ. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്, ഈ ദേശം നശിക്കുന്നത് തിന്മ ചെയ്യുന്നവർ മൂലമല്ല, പകരം തിന്മ ചെയ്യുന്നവർക്കെതിരെ പ്രതികരിക്കാത്തവരുടെ ആധിക്യം മൂലമാണ് ഈ ദേശം നശിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, സുഹൃദിനികളെ, നമുക്ക് പറയാൻ പറ്റും, ഞാൻ ഈ തെറ്റൊന്നും ചെയ്യുന്നില്ല,
ഞാൻ എൻ്റെ ആൺമകൻ്റെ മുമ്പിൽ വസ്ത്രങ്ങളൊന്നും ഉരിഞ്ഞു മാറ്റുന്നില്ല. അവനോട് എൻ്റെ ശരീരത്തിൽ പടം വരയ്ക്കാൻ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറുന്ന സ്ത്രീകൾ ഉണ്ടായിരിക്കാം. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന അമ്മമാരും വിശുദ്ധരാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഒരു ചെറിയ കൂട്ടായ്മയിലെ ചെറിയ സംഖ്യ മാത്രമേ അവിശുദ്ധമായ ഇപ്രകാരമുള്ള പ്രകടനങ്ങൾ കാണിച്ച് ചിത്രത്തിന് മുന്നിലും ചലച്ചിത്രത്തിന് മുന്നിലും, ചലിക്കുന്ന ചിത്രങ്ങളെയാണ് ചലച്ചിത്രം എന്ന് പറയുന്നത്, സിനിമ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ക്യാമറയ്ക്ക് മുന്നിലും വീഡിയോയ്ക്ക് മുന്നിലും പത്രമാധ്യമങ്ങൾക്ക് മുന്നിലും എന്നതിൻ്റെ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്ത് സന്ദേശമാണ് ഈ രഹിന ഫാത്തിമയെ പോലുള്ള ഫെമിനിസ്റ്റുകൾ കേരളീയ സ്ത്രീകൾക്ക് നൽകുന്നത്? ഞാൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞ ഒരു സ്ത്രീ, വിശുദ്ധയായ ഒരു സ്ത്രീ പിന്തിരിഞ്ഞ് മാറിയിട്ട് കാര്യമില്ല. ഇത് ചീത്ത സ്ത്രീയാണ് എന്ന് ലോകസമക്ഷം പറഞ്ഞ് മനസ്സിലാക്കേണ്ട ബാധ്യതയുണ്ട്. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറയാറില്ലേ? എന്താണ് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറയുന്നത്? അണ്ണാറക്കണ്ണൻ വിചാരിച്ചാൽ ഒരു പുഴ, അതിൽ മണ്ണിട്ട് നികത്തി അപ്പുറത്തേക്ക് കടക്കാൻ പറ്റിയ ഒരു പാലത്തിന് സമാനമായ ഒരു വരമ്പ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നറിയാം. എങ്കിലും ആ അണ്ണാൻ ശ്രമിച്ചത് കൊണ്ടാണല്ലോ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന ചൊല്ലുണ്ടായത്. അണ്ണാറക്കണ്ണൻ എന്താണ് ശ്രമിച്ചത്? അവരെല്ലാവരും പുഴ അപ്പുറത്തേക്ക് കടക്കാൻ മണ്ണിട്ട് നികത്തുന്നത് കണ്ടു, ഒരു വരമ്പുണ്ടാക്കുന്നത് കണ്ടു, പാലം പോലെ ഉണ്ടാക്കുന്നത് കണ്ടു. അവരെ സഹായിക്കാൻ അണ്ണാറക്കണ്ണൻ എന്ത് ചെയ്തു? വെള്ളത്തിൽ പോയി മുങ്ങിയിട്ട് മണലിൽ വന്ന് ഉരുണ്ടപ്പോൾ വെള്ളം നിറഞ്ഞ ശരീരത്തിൽ മണ്ണ് പുരണ്ടു. ആ മണ്ണുമായി വീണ്ടും എവിടെയാണോ വരമ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് അവിടെ പോയി മുങ്ങിയപ്പോൾ അവിടുത്തെ വെള്ളത്തിൽ ശരീരത്തിലുള്ള മണ്ണ് താഴോട്ടിറങ്ങി. കാര്യം ശരി, ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ സാധ്യമാവുക ഇല്ല എങ്കിലും എന്നെങ്കിലും ഒരിക്കൽ അത് വരമ്പായി മാറും. എന്നെങ്കിലും ഒരിക്കൽ അത് ഒരു പാലം തന്നെയായി മാറും. എന്നെങ്കിലും ഒരിക്കൽ മറുകരയിലേക്ക് പോകാൻ സാധിക്കും. നമുക്ക് മറുകരയിലെത്താൻ സാധിക്കും. മറുകരയിൽ ചെന്നിട്ട് അക്കരയും ഇക്കരയും പച്ച തന്നെയാണ്, കേരളം പച്ച തന്നെയാണ്, കേരളം ദൈവത്തിൻ്റെ നാടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. യഥാർത്ഥ നാടാണെന്ന് ഇക്കരെ നിന്നാലും അക്കരെ നിന്നാലും നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അശുദ്ധത എടുത്ത് മാറ്റപ്പെടണം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സമരം ഇവിടെ നടന്നിരുന്നു. സ്ത്രീകളൊന്നും പൊതുനിരത്തുകളിൽ വരാതിരുന്ന സമയത്ത് സ്ത്രീകൾ നടത്തിയ മനോഹരമായ സമരം. അതെന്തിനു വേണ്ടിയാണെന്നായിരുന്നു? മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം നടത്തിയ സ്ത്രീകൾ. മാറുമറക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ അന്യപുരുഷൻ്റെ മുന്നിൽ പ്രദർശിപ്പിച്ച് നടക്കേണ്ടി വരുന്ന ഗതികേടോർത്ത്, ദുഃഖങ്ങളോർത്ത് അതിനുവേണ്ടി ആത്മാർത്ഥമായ ഹൃദയത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് മാറുമറക്കാൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച സ്ത്രീകൾ ഇന്ന് ഇവിടെ എന്നെ ശ്രമിക്കുന്ന വൃദ്ധജനങ്ങളുടെ ബാല്യകാലത്ത്, ഞാനും ഒരു വൃദ്ധൻ തന്നെയാണ്, എന്നെക്കാളും വൃദ്ധരായവരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, വൃദ്ധജനങ്ങളുടെ ബാല്യത്തിൽ അവരുടെ മുത്തശ്ശിമാരുടെ കാലത്ത് ഉണ്ടായിരുന്ന സംഭവമാണ്. അന്നവർ സമരം ചെയ്തത് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ ഇന്ന് തുറന്നിടാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. വനിത ഉൾപ്പെടെയുള്ള മാസികകൾ, വാരികകൾ, ദ്വൈവാരികകൾ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. നിശ്ചിത അവയവങ്ങൾ പുറത്തിടാൻ ആഗ്രഹിക്കാത്ത വിശുദ്ധരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകളും എന്നെനിക്കറിയാം. പക്ഷെ ഇത് തഴച്ചു വളരുന്നത് എന്തുകൊണ്ട്? എപ്പോൾ നോക്കിയാലും വനിത എന്ന് പറയുന്ന ദ്വൈവാരികയുടെ മുഖചിത്രത്തിൽ
പ്രദർശിപ്പിക്കപ്പെടുന്ന സ്ത്രീയുടെ എന്തെങ്കിലും ഒന്ന് പുറത്ത് പകുതി അല്ലെങ്കിൽ കാൽ ഭാഗം കിടക്കുന്നുണ്ടാകും. അത് ഒരിക്കൽ അതിനെ സംബന്ധിച്ച് ഞാൻ പ്രതികരിച്ചുകൊണ്ട് ഓണം കഴിഞ്ഞുള്ള ദ്വൈവാരികയിൽ വന്നതിനെ ഞാൻ പരാമർശിച്ചുകൊണ്ട് 1 മിനിറ്റ് മോർണിംഗ് മെസ്സേജ് മലയാളം എന്ന പേരിൽ നിങ്ങൾക്ക് ഞാൻ ഒരു സന്ദേശം നൽകിയിരുന്നു. എപ്പിസോഡ് നമ്പർ ഞാൻ ഓർമ്മിക്കുന്നില്ല. ഓണത്തിന് ശേഷമാണ് നടത്തിയതെന്ന് എനിക്കറിയാം. ഓണം കഴിഞ്ഞിട്ട് കേവലം മാസങ്ങളല്ലേ ആയിട്ടുള്ളൂ. ഞാനന്ന് നിങ്ങളോട് പറഞ്ഞു, അണ്ണാറക്കണ്ണനും തന്നാലാവുന്നത് എന്നല്ല ഞാനന്ന് പറഞ്ഞത് കുടുക്കയിൽ പൈസ ഇടുന്ന കാര്യമാണ് പറഞ്ഞത്. 1 രൂപ കുടുക്കയിലിട്ടാൽ, നാളെയും ഇട്ടാൽ, ദിവസങ്ങളിട്ട് കഴിഞ്ഞാൽ എന്നെങ്കിലും ഒരു ദിവസം 1 രൂപകൾ ചേർന്ന് 10 രൂപയാകും, അല്ലെങ്കിൽ 100 രൂപയാകും, അല്ലെങ്കിൽ 1000 രൂപയോ അതിനു മുകളിലോ ആകും എന്ന് പറഞ്ഞു. അടുത്തതായി ഞാൻ പറഞ്ഞത് കണക്കിൻ്റെ ഭാഷയിലാണ് പറഞ്ഞത്. നിങ്ങൾ 1 രൂപയും ഇടുന്നില്ല എങ്കിൽ, കണക്കിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 0 രൂപയാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ, ഇന്നും നാളെയും എത്ര നാളെകൾ ചേർന്നാലും പൂജ്യത്തിനോട് എത്ര പൂജ്യങ്ങൾ ചേർത്താലും പൂജ്യമായി തന്നെ അവശേഷിക്കും. അത് 10 ആവുകയില്ല, 100 ആവുകയില്ല, 1000 ആവുകയില്ല. ഇവിടെ അണ്ണാറക്കണ്ണനും തന്നാലാവുന്നത് എന്ന് നിങ്ങൾ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുക. അണ്ണാറക്കണ്ണനും തന്നാലാവുന്നത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, കുടുക്കയിൽ ഓരോ ദിവസവും 1 രൂപ ഇടുകയാണെങ്കിൽ, ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർത്തുകയാണെങ്കിൽ, യഥാർത്ഥത്തിൽ അപ്പോഴാണ് കേരളം ഗോഡ്സ് ഓൺ കൺട്രിയായി മാറുന്നത്. അപ്പോഴാണ് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടായി മാറുന്നത്. അല്ലാതെ അമ്മയും മോനും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഫെമിനിസം പ്രഖ്യാപിച്ചുകൊണ്ട് ഫെമിനിസത്തിൻ്റെ മുദ്രാവാക്യവും വിളിച്ച് നടക്കുന്നവരുടെ പിന്നാലെ പോകുകയല്ല വേണ്ടത്. നിങ്ങൾ പിന്തിരിഞ്ഞ് നിന്നുകൊണ്ട് ഞാൻ അതിനൊന്നും പോകുന്നില്ല, ഞാൻ നല്ലവളാണ് എന്ന് പറഞ്ഞ് വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയല്ല വേണ്ടത്. അടുക്കളയിൽ കയറിയിരിക്കുകയല്ല വേണ്ടത്. പുറത്തിറങ്ങേണ്ട സമയത്താണ് അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത്. അല്ലാതെ പുരുഷനെ അടുക്കളയിൽ കയറ്റി ഇരുത്താൻ വേണ്ടിയായിരിക്കരുത് പുറത്തിറങ്ങേണ്ടത്. ഇതൊരു സമയമാണ്. ഈ സന്ദേശം നിങ്ങൾക്ക് മറ്റുള്ളവരിൽ എത്തിക്കാം. എങ്ങനെ? നിങ്ങൾ ഓഫീസിലായിരിക്കുമ്പോൾ, ഉച്ചസമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന ഈ സന്ദേശം, അല്ലെങ്കിൽ 1 മിനിറ്റ് മോർണിംഗ് മെസ്സേജ് എന്ന പേരിൽ ഞാൻ ഇതിനകം 17ഓളം എപ്പിസോഡുകൾ ചെയ്തിരിക്കുന്നു. 1 മിനിറ്റ് മോർണിംഗ് മെസ്സേജ് വിടുക, എൻ്റെ മറ്റു സീരീസുകൾ നോക്കുക. അവയിലൂടെയെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നേ ഉള്ളൂ, കേരളത്തെ പരിവർത്തനം ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ആർക്കും താല്പര്യം എൻ്റെ സീരീസിനോടല്ല, എൻ്റെ പ്രഭാഷണങ്ങളോടല്ല. നമുക്ക് താല്പര്യം എന്താണ്? ഞാൻ പലപ്പോഴും പറഞ്ഞത് ആവർത്തിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ഒന്ന് പറയുന്നു. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് താടിയുള്ള ഒരു വയസ്സനായ വ്യക്തിയാണ്. അതിന് പകരം ഒരു യുവതിയെ നിർത്തിയിരുന്നെങ്കിൽ, ആ യുവതിയുടെ ചുണ്ടിൽ ചുവന്ന ചായം തേച്ച് കൊടുത്തിരുന്നെങ്കിൽ, കവിളത്ത് വെള്ളച്ചായം തേച്ച് കൊടുത്തിരുന്നെങ്കിൽ, മുടി ഒരു പ്രത്യേക രീതിയിൽ ഇട്ടിരുന്നെങ്കിൽ, ഉടുത്തിരിക്കുന്ന വസ്ത്രം പാവാടയും ബ്ലൗസുമായിരുന്നെങ്കിൽ, അത് പാവാട അരപ്പാവാടയോ കാൽപ്പാവാടയോ കാലരിപ്പാവാടയോ ആണെങ്കിൽ കാണുന്ന ആളുകളുടെ എണ്ണം കൂടുമെന്നെനിക്കറിയാം. അങ്ങനെ കൂട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് സാധ്യമാവുമെങ്കിൽ ഈ സന്ദേശം നിങ്ങളുടെ ഓഫീസിലുള്ള ഒരു വ്യക്തിയോട് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ ഒരു വ്യക്തി, എൻ്റെ പേര് ജോസഫ് ജൂഡ് എന്നാണ്. എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ മുഴുവൻ പേര് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ജോസഫ് ജൂഡ് കാനാട്ട് നിക്കോളാസ് എന്ന്. അതിൽ ജോസഫ് എന്നും ജൂഡ് എന്നും നിങ്ങൾക്ക് എഴുതാനറിയാം. കാനാട്ട് എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് ഒരു പക്ഷേ നിങ്ങൾക്ക് തെറ്റിപ്പോയേക്കാം. KANATTE കാനാട്ട്. അതിനുശേഷമുള്ള നിക്കോളാസ് എന്നുള്ള വാക്കിലെ സ്പെല്ലിങ്ങും ഒരുപക്ഷെ തെറ്റിപ്പോയേക്കാം. അതിൽ NICOLAS എന്ന് നിങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഈ 140 വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ മുതിർന്നവർക്കും പ്രയോജനപ്രദമായ വീഡിയോകളാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാം പ്രഭാഷണങ്ങളാണ്, എല്ലാം ക്ലാസ്സുകളാണ്, എല്ലാം പഠിപ്പിക്കലാണ്, എല്ലാം പ്രഘോഷണങ്ങളാണ്. ഒന്നും കുടുംബത്തിൽ കേൾക്കാൻ പറ്റാത്ത ഒന്നുമില്ല. ഞാനും ഒരു കുടുംബത്തിലെ അംഗമാണ്. എനിക്കും മക്കളുണ്ട്, ഭാര്യയുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരനുണ്ട്, സഹോദരരുടെ മക്കളുണ്ട്.
ആൺമക്കളും പെൺമക്കളുമായിട്ടുണ്ട്, അവരെല്ലാം കേൾക്കുന്നതാണ്. ഞാനിടുന്ന എല്ലാ വീഡിയോകളും പബ്ലിക് എന്ന് പറഞ്ഞാണ് ഞാൻ ഇടുന്നത്. ഒന്നും പ്രൈവറ്റ് ഇല്ല, അല്ലെങ്കിൽ ഓൺലി ഫോർ മൈസെൽഫ്, അതായത് ഞാൻ മാത്രം കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്നുമില്ല. എല്ലാം പബ്ലിക്കാണ്. ഈ 140 പബ്ലിക്കാണ്. കാരണം ഞാൻ പറയുന്നത് സുതാര്യമായിട്ടാണ് ഞാൻ പറയുന്നതെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്നത് ഒരു പ്രസ്താവന, അതായത് ഒരു ക്വിസ് കോമ്പറ്റീഷന് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾക്ക് സമാനമായിട്ടുള്ള പ്രസ്താവനകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ ഡോക്ടർ വിജയ് പി നായർ എന്ന പേരിലുള്ള വ്യക്തി പറഞ്ഞതുപോലെ അതിൻ്റെ പിന്നിലുള്ള സത്യമറിയാതെ ഞാൻ പറയുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ സംബന്ധമായിട്ട് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. കാരണം ഞാൻ ഭാഗ്യലക്ഷ്മിയെയും ദിയ സന എന്ന സ്ത്രീ പ്രായം കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ പ്രായത്തിനനുസരിച്ചുള്ള സൗന്ദര്യം ലഭ്യമാവുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ: ഹൃദയം നിറഞ്ഞു കവിയുന്നത് പുരുഷ വിദ്വേഷമാണ്. തിന്മ കൊണ്ട് ഹൃദയം നിറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരുന്നത്, അത് നമ്മൾ കണ്ടു. പുറത്തേക്ക് വിജയ് പി നായരുടെ ഭവനത്തിൽ വെച്ച് പുറത്തേക്ക് വരുന്നത് നമ്മൾ കണ്ടു. നാവിലൂടെ പുറത്തേക്ക് വരുന്നത് നാം കണ്ടു. നമ്മളന്ന് ആദ്യമായി ഞെട്ടിപ്പോയി. മലയാളത്തിൽ ഇത്രയും തെറികളുണ്ടോ? തെറിയിൽ വിജയ് പി നായർ, ഡോക്ടർ വിജയ് പി നായർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റിനെ കുറിച്ചോ അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ചോ. പക്ഷേ ബഹുമാനപ്പെട്ട ഭാഗ്യലക്ഷ്മിയും ദിയാസനയും ശ്രീലക്ഷ്മി അറയ്ക്കലും ഏത് വിഷയത്തിലാണ് ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ എടുക്കാൻ പോകുന്നത്? തെറി എന്നുള്ള വിഷയത്തിലാണോ എന്ന് ഞാൻ സംശയിച്ചു പോകുന്നു. തെറിയിൽ തന്നെ എപ്പോഴും ഡോക്ടറേറ്റ് എടുക്കുമ്പോൾ ഒരു ചെറിയ വിഷയമായിരിക്കും നമ്മൾ എടുക്കുന്നത്. കോൺസെൻട്രേറ്റഡ്, ഏകീകരിക്കപ്പെട്ട ഒരു വിഷയമായിരിക്കും എടുക്കുന്നത്. അപ്പോൾ തെറി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, സ്ത്രീ വിരുദ്ധമായ തെറി, സ്ത്രീ പറഞ്ഞത് സ്ത്രീക്കെതിരെയുള്ള തെറി. ഇത്രയും തെറി പഠിക്കാൻ ഏത് ഡിക്ഷണറിയാണ് ബഹുമാനപ്പെട്ട ഭാഗ്യലക്ഷ്മി പഠിച്ചതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്നെ ശ്രമിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം, ഞാൻ അന്നത്തെ എപ്പിസോഡിൽ ഒരിക്കലും വിജയ് പി നായരെ ന്യായീകരിച്ചിട്ടില്ല, ഇന്നും ന്യായീകരിക്കുന്നില്ല. അന്ന് പറഞ്ഞ തെറ്റുകൾ ഇന്നും ഞാൻ ആവർത്തിക്കുന്നു. അദ്ദേഹം ഡിക്ഷണറിയിൽ നിന്ന് വ്യത്യസ്തമായ മോശമായ പദങ്ങൾ ഉപയോഗിച്ചത് തെറ്റാണെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അതിന്നും ആവർത്തിക്കുന്നു. അതിൽ കുറച്ച് ലൈംഗിക ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതെനിക്കറിയില്ല. അതുകൊണ്ട് അതിൻ്റെ സത്യാവസ്ഥ അറിയാത്തിടത്തോളം കാലം ഞാൻ അത് വിളിച്ചു കൂവുകയില്ലെന്നും ഞാൻ പറഞ്ഞിരുന്നു. എങ്കിലും നമുക്ക് കുറച്ചൊക്കെ മനസ്സിലായി. സഹോദരിയുടെ പേര് ഞാൻ മറന്നുപോയി. ദിയാസനയുടെ കൂടെയുള്ള സഹോദരിയുടെ പേര് ഞാൻ മറന്നുപോയി. ഞാനിത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ പ്രേക്ഷകർ ഇരിപ്പില്ല, അല്ലെങ്കിൽ അവരോട് ചോദിക്കാമായിരുന്നു. ശ്രീലക്ഷ്മി അറയ്ക്കൽ, നമുക്ക് ഏകദേശം മനസ്സിലാകുന്നുണ്ട് ശ്രീലക്ഷ്മി അറയ്ക്കൽ എന്നൊക്കെ പറയുന്നത്. എത്ര അസഭ്യമായ ഭാഷയാണ് പരസ്യമായിട്ട് പറയുന്നത്. ഈ സഹോദരി തന്നെ പറയുന്നു, സ്വന്തം പിതാവിനെ കുറിച്ച് പറയുന്നത് പിതാവ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചല്ല, അച്ഛൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചല്ല, അപ്പൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചല്ല, അപ്പച്ചൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചല്ല, ഡാഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചല്ല. സുഹൃത്തുക്കളെ, പറയാൻ പറ്റാത്ത വാക്കാണ്. പക്ഷേ ആ വാക്ക് ആദരണീയമായ വാക്കായി തമിഴിൽ ഉപയോഗിക്കുന്നത് കാരണം തമിഴിൽ ഉപയോഗിക്കുന്ന ആ പദം ഞാൻ പറയാം. തമിഴിൽ തന്ത എന്നാണ് പറയുന്നത്. തമിഴിൽ തന്ത എന്ന് പറഞ്ഞാൽ ആദരണീയമായ വാക്കാണ്. മലയാളത്തിലുള്ള പല പദങ്ങളും തമിഴിൽ ചെല്ലുമ്പോൾ ആദരണീയമായ പദമാകും, ഇല്ലേ? പണ്ണുക എന്നുള്ള വാക്കിനെ തമിഴിൽ ചെയ്യുക എന്നാണ് അർത്ഥം. ആദരണീയമായ വാക്കാണ്. വേറെയും പദങ്ങളുണ്ട്. തമിഴിൽ വഴി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വഴി എന്നാണ്, വീതി എന്നാണ്, റോഡ് എന്നാണ്. അപ്പോൾ തമിഴിൽ ഉപയോഗിക്കുന്ന തന്ത എന്നുള്ള ഭാഷ മലയാളത്തിൽ ഉപയോഗിച്ചാൽ അത് പിതാവ് എന്ന് പറയുന്ന അർത്ഥമായി മാറില്ല. പിതാവ് എന്നുള്ള വാക്കിന് ഒരു ആദരണീയതയുണ്ട്. ഈ സഹോദരി പറഞ്ഞിരിക്കുന്നത്
എൻ്റെ പിതാവിനെ ഉദ്ദേശിച്ച്, സ്വന്തം പിതാവിനെ ഉദ്ദേശിച്ച് ആ സഹോദരി ഈ ശ്രീലക്ഷ്മി അറയ്ക്കൽ പറഞ്ഞിരിക്കുന്നത്, ആ വാക്ക് താ എന്ന് തുടങ്ങുന്ന വാക്ക്, ഞാൻ അവിടെ താ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആ സഹോദരി പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് താ ഇല്ലാത്തത് കാരണം എനിക്കൊരു കുഴപ്പവുമില്ല, എനിക്ക് സന്തോഷമാണ് താ ഇല്ലാത്തത്. താ ആരാണ്? അങ്ങനെ തുടങ്ങുന്ന കുറച്ച് പ്രഭാഷണങ്ങൾ. സുഹൃത്തുക്കളെ, നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ശ്രീലക്ഷ്മി അറക്കലിൻ്റെ വീഡിയോകൾ കണ്ടിട്ടുണ്ടെന്ന്. ഇല്ല, ഒരു വീഡിയോയാണ് ഞാൻ കണ്ടിട്ടുള്ളതെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു. ആ വീഡിയോ കണ്ടതോടുകൂടി എനിക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിച്ചു. മറ്റു വീഡിയോകൾ കാണേണ്ടി വന്നില്ല. വീഡിയോകളുടെ മുമ്പിലുള്ള ഹെഡിങ്ങുകൾ മാത്രമേ എനിക്ക് കാണേണ്ടി വന്നുള്ളൂ. ആ സഹോദരിയുടെ കൂടെ ചേരുന്ന ദിയാസന, അല്ലെങ്കിൽ ആ സഹോദരിയുടെ കൂടെ ചേരുന്ന ഭാഗ്യലക്ഷ്മി, അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ മലയാളത്തിലെ ഒരു പഴഞ്ചൊല്ല് മാത്രം പറയാം, ബാക്കി നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. അത് നമുക്ക് വേണമെങ്കിൽ തിരിച്ചു പറയാം. മുല്ലപ്പൂമ്പൊടി എന്നുള്ളതിന് പകരം അഴുക്കുള്ളതിനെ കുറിച്ചെങ്കിലും പറയാം. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം എന്നുള്ള സൗരഭ്യം എന്നുള്ളതിലെ കല്ല് എന്നുള്ളതിന് പകരം നിശ്ചിത വ്യക്തികളെ പറയാം, ഒരു പുരുഷനെ പറയാം, ഒരു സ്ത്രീയെ പറയാം. കല്ലിനുമുണ്ടാം സൗരഭ്യം എന്നുള്ളതിന് പകരം സൗരഭ്യത്തിൻ്റെ വിപരീതമായ അർത്ഥത്തിലും പറയാം. നിങ്ങൾ ഒരു നിമിഷം ഈ വീഡിയോ പൗസിലിട്ടിട്ട് നിങ്ങൾ ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ശ്രീലക്ഷ്മി അറയ്ക്കൽ വൈബ്രേറ്റർ എന്നുള്ള ഉപകരണം സരളമായി പറഞ്ഞുകൊണ്ട്, അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, ഈ കേരളത്തിൽ നല്ലവരായ വിശുദ്ധരായ